അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അത്രയധികം ഞെട്ടലോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ കേട്ടത്. എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിഷ്ടം ജിന്നൂരികള് ജിന്ന് ചികിത്സയുടെ മറവിൽ കരണ്ട് പിടിപ്പിക്കുകയാണ്. കാലിന്റെ വെള്ള കടിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. ഒരു സഹോദരൻ ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ ആശുപത്രിയിൽ കിടക്കുന്ന സഹോദരനുമായി KNMന്റെ നേതാവ് കണിയാൻ റഷീദ് സംസാരിക്കുന്ന വോയിസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത്. അതിന്റെ മുമ്പ് ബഹുദൈവ വിശ്വാസികളായ വിഷ്ടൻ ജിന്നൂരികളിൽ നിന്ന് രക്ഷപ്പെട്ട് KNM ആകുന്ന ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്ന് സാജിദ് തിരൂരങ്ങാടിയുടെ സംസാരവും നമുക്ക് കേൾക്കാം. ക്ലിപ്പുകൾ കക്കുന്നവരാണ്. കട്ടുമുറിച്ചുകൊണ്ട് എതിരാളികളെ താരടിക്കുന്ന രൂപത്തിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വീഡിയോസുകളൊക്കെ പുറത്തിറക്കുന്നവരാണ് ഈ വിഷ്ടൻ ജിന്ന് മുജാഹിദ് എന്നാണ് KNMലേക്ക് പോയ, അഥവാ സാജിദ് തിരൂരങ്ങാടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് പോയ സാജിദ് തിരൂരങ്ങാടി പറയുന്നത്. അതൊക്കെ നമുക്ക് സഹിക്കാം, അത് നിങ്ങൾ കേൾക്കണം. കേട്ടതിന് ശേഷം തീർച്ചയായും കണിയാൻ റഷീദും ജിന്ന് ചികിത്സയുടെ മറവിൽ കരണ്ടടിപ്പിച്ച് കാലിന്റെ വെള്ളക്കടിച്ച് പരിക്കേറ്റയാള് ആശുപത്രിയിൽ കിടന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം തോന്നുകയാണ്. നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആ വോയിസിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അസ്സലാമലൈക്കും. സാഹിത്യരങ്ങാടി ഞാൻ മുത്തലീബ് ദർശി ചെയ്യുന്ന ഒരാളാണ്. സൗദി അറേബ്യയിൽ ജുബൈയിൽ കുറേ വർഷം ഉണ്ടായിരുന്നതാണ്. KNMന്റെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകനാണ്. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടാണ് അബ്ദുള്ള എന്നിട്ട് നിങ്ങളിപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതായിട്ട്. നമ്മളൊന്നിച്ചിട്ടില്ലായിരുന്നു അവിടെ ജുബൈൽ ഇസ്ലാം സെൻറ്ററിൽ പ്രവർത്തിച്ചിരുന്നത് അതായിട്ട്. പിന്നെ നിങ്ങളെ വിജയപ്രദേശം വിളിച്ചു കേട്ടും മടവൂരി ഇവരുടെ കളിയെന്നൊരു CD ഇറക്കിയല്ലോ. അതിൽ പിന്നെ ജാമ്യയിൽ അദ്നാൻ സലഫിൻ്റെ 33 സെക്കൻഡ് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അതിൽ ക്ലിപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ അദ്നാൻ സലഫ് പറയുന്നുണ്ട് ജബ്ബാർ മൗലവി ലേഖനം തെറ്റാണ്, തിരുത്തിയിട്ടുണ്ടെന്നുള്ളത്. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നിങ്ങൾ ജബ്ബാർ മൗലവി അതേ ഇസ്ലാഹി ലേഖനത്തും ജബ്ബാർ മൗലവി അതേ വാദമാണ് അദ്നാൻ സലഫ് സ്ഥാപിക്കുന്നത്. ജബ്ബാർ മൗലവി ഈ ലേഖനം എഴുതിയത് ഈ ആയിബാദിന്റെ അടിസ്ഥാനത്തിലല്ല, അൽ ഇസ്രായേൽ എഴുതിയത്. അതുപോലെ തന്നെ അബ്ദുൽ സലഫിന്റെ ജിദ്ദയിലെ പ്രസംഗം ഉണ്ടല്ലോ, തട്ടട്ടിൽ പ്രസംഗിക്കുന്ന അതിൽ അബ്ദുറഹ്മാൻ തന്നെ തിരുവനന്തപുരത്തെ ചോദിക്കണ്ടല്ലോ, അതിലും ഈ ജബ്ബാർ മൗലവി ലേഖനം തെറ്റാണ്, അത് പിന്നീട് ലേഖനം തിരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മുറിച്ചു മാറ്റിയിട്ടാണ് ഈ മൊത്തത്തിൽ ഈ ജിന്നൂരികളെ ആൾക്കാർ പിന്നെ മൊത്തത്തിൽ ഇവിടെ ആൾക്കാർ തശീഷാക്കിയത്. കാരണം അദ്നാൻ സലഫി എത്ര ഉഷാറായിട്ട് അദ്നാൻ സലഫി പിന്നെ അതിനെ ന്യായീകരിച്ച് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ രണ്ടിലും അബദ്ധമുള്ളത് അദ്നാൻ സലഫി രണ്ടിടത്തും പറഞ്ഞു. രണ്ടിടത്തുള്ള ക്ലിപ്പിങ് മുറിച്ചു മാറ്റിയിട്ടാണ് ശേഷമുള്ള ഇത് മുറിച്ചിട്ടാണ് ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ. അപ്പോൾ അത് ഇവിടെ ഒരുപാട് തെറ്റിപ്പിച്ചു. അത് ഞങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ അബ്ദുൽ സമദ് എന്ന നമ്മുടെ ചങ്ങായി ഈ CD കൊണ്ടുവന്നിട്ട് ഈ CD കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ അത് മനസ്സിലാക്കുന്നത്. അപ്പം അതിന് ശേഷമാണ് ഞാൻ അബ്ദുള്ളക്കൽ ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മുറിച്ചു മാറ്റിയ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പിട്ടുതരാം. ശരിക്കും അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജബ്ബാർ മൗലവിന്റെ ഇസ്ലാം ലേഖനത്തെ അനുകൂലിച്ചിട്ടാണ് അബ്ദുൽ സലഫി പ്രസംഗിച്ചെന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ MT വിഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലിങ്ക് ഇട്ടുതരാം. നിങ്ങൾ അതിനെ പറ്റി പറയണം. എന്താ പറയുക, അത്രയും ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചതായി കളഞ്ഞിട്ടുണ്ടായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തലീബ് ഭായ് മനസ്സിലായി, മാഷാ അല്ലാഹ്. എന്താണ് ചെയ്യുക? 12 വർഷത്തോളം നമ്മളിതിൻ്റെ ഉള്ളിൽ, ഏകദേശം 12 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 8-9 വർഷത്തോളം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന കാലത്ത് ഇവർ നമുക്ക് മുറിച്ച് തരുന്ന ക്ലിപ്പുകളും ഇവർ തരുന്ന നോട്ടുകളും സത്യത്തിൽ നമ്മൾ ഇഖ്ലാസോട് കൂടി എന്ത് ചെയ്യാണ്? അമ്മാമൻ ഊത്തിയ കിതാബ് യമീനി എന്നല്ലേ, ഞാൻ വലത്തെ കൈ കൊണ്ട് സ്വീകരിക്കുന്ന പോലെ ഇവരിൽ നിന്ന് വാങ്ങിപ്പോയി. കാരണം അത്രത്തോളം നമ്മൾ ഇവരെ വിശ്വസിച്ചു പോയി. ഹബീബി എന്ത് ചെയ്യാൻ? ഇവരൊരു കാപഢ്യം തിരിച്ചറിയാൻ വൈകിപ്പോയി ശരിക്കുക. അതാണ് സത്യം. എന്തുമാത്രം വലിയ അപകടത്തിലേക്കാണ് സുബ്ഹാനക ആളെയും ഈ റുഖിയ ശറഈന്റെ വിഷയത്തിലായാലും ഈ ഇസ്തിആദിന്റെ വിഷയത്തിലായാലും ഇവർ എത്തിപ്പെട്ടതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അപകടം. കാരണം നമ്മളൊക്കെ അതിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളത് നമുക്ക് ഇനി ഒരു പ്രതിസന്ധി ആകുമെന്ന് പോലും പേടിയില്ല. കാരണം എന്താ വെച്ചോ, അതിന് എന്ത് പ്രതിസന്ധി ആയാലും നമുക്ക് ഒറ്റ വാക്യമുള്ളതിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഇസ്ലാം, അത് കൃത്യമായി ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ശിർക്കാണെന്നാണ്. അത് കേരള ജമിയത്തുൽ ഉലമ ആ വിഷയത്തിൽ 2 വിഭാഗത്തെയും വിളിച്ച്
എല്ലാ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുത്ത് ഒപ്പിട്ട കാര്യമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് കൃത്യമായിട്ട് അത്തിഅല്ലാഹു വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അതിലേക്ക് അൽഹംദുലില്ലാഹ് പൂർണ്ണമായിട്ട് മടങ്ങി. എന്നൊക്കെ ആലോചിച്ച് നോക്കി. അതിൻ്റെ ബാക്കി ഭാഗത്ത് ഈ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണല്ലോ. അതൊന്നും നമ്മളിതൊന്നും തിരിച്ചറിയുന്നില്ല. കാരണം നമുക്ക് ഇസ്ലാം മാസികയിലെ ഉദ്ധരണിയും കാര്യങ്ങളും അറിഞ്ഞ വഴിയൊന്നും നല്ല പഠിപ്പിച്ചെന്നെ. കാര്യമായിട്ടുള്ള വഴി ഇതിനേക്കാൾ കൂടുതൽ എന്താണ്, അനസ് ഫോക്കസാണ്. ഒരു മൂവർ സംഘമാണ്. ഇവരിതിനെ പിടിച്ചടക്കുകയാണ്, മുതലാളിമാരിലേക്ക് കൂട്ടിക്കെട്ടുകയാണ്, സലഫിയത്ത് നഷ്ടപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് പറഞ്ഞെല്ലാം കൂടി നമ്മളെ തരിപ്പ് കയറ്റിയപ്പോൾ നമ്മൾ ഇഖ്ലാസ് ആയിട്ട് ഇറങ്ങുന്ന ഏത് കാര്യം ഖുറാഫികൾക്കെതിരെ വയത് പറയാൻ ഇറങ്ങുമ്പോഴും ഈ മടവൂരികൾക്കെതിരെ ഞാൻ അന്ന് ഇതിൻ്റെ ഗാനമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാലത്തും മറുപടിക്ക് ഇറങ്ങിയ കാലത്തൊക്കെ ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ ഓരോ കാലഘട്ടത്തിലായാലും മരിക്കുന്നതിന് മുമ്പ്, വാർദ്ധക്യത്തിന് മുമ്പ് ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന അവസാനം ഒരു വ്യാഴവട്ടക്കാലം കറങ്ങിത്തിരിഞ്ഞ് സുബ്ഹാനക യാ അളീം അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് അൽഹംദുലില്ലാ ആ തനിമയോടുകൂടി എനിക്ക് തിരിച്ചെത്താൻ പറ്റി. അള്ളാഹുവിൻ്റെ തൗഫീഖാണത്. അൽഹംദുലില്ലാ. ഇവരിഞ്ഞ് എന്ത് എന്നെ ക്ലിപ്പിട്ടിട്ട് രംഗത്ത് വന്നാലും അനസ് അതിനു വേണ്ടി ഒരു സെക്കൻഡ് പോലും തൊണ്ട അനക്കണ്ട. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എൻ്റെ തൊണ്ടക്ക് നാളെ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ ഞാൻ ഈ മൈക്ക് തിരിച്ചിരിക്കും. പ്രമാണം കൊണ്ടും അള്ളാഹു തന്ന ഈ ഇഖ്റ എന്ന് പറഞ്ഞ ആ ഒരു പ്രതാപത്തിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ അതിനെല്ലാം കൃത്യമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു പ്രയാസമില്ല. ജനങ്ങൾക്ക് നിഷ്പക്ഷരായ നിരപരാധികളായ വിശുദ്ധ പ്രവർത്തകരും അനുഭാവികൾക്കൊക്കെ അൽഹംദുലില്ലാ അത് മനസ്സിലാവും. അവരെല്ലാം ഈ രണ്ട് വിഷയത്തിലും കൃത്യമായി കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞ തീരുമാനത്തിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇരുട്ടിനെ ഓട്ടയിളക്കുന്നവരും ഉറക്കഭിനയിക്കുന്നവരുമായ ഒന്നിനെയും നമുക്ക് ഉണർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെയും അള്ളാഹു നമുക്ക് കിട്ടിയതുപോലെ ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങളെല്ലാം ഗ്രൂപ്പിലും വിട്ടുപിടിക്കുക. വരെ ചാതിപ്രയോഗം അറിയട്ടെ. നമ്മളെക്കൊണ്ട് ഈ 12 വർഷക്കാലം ഈ പറഞ്ഞ രൂപത്തിൽ ക്ലിപ്പുകളൊക്കെ മുറിച്ചിട്ടിട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടും റുക്കിയാഷയുടെ വിഷയത്തിലൊക്കെ ഒരുപാട് അതിരുവിട്ട കഥകളും മറ്റതും പറഞ്ഞു തന്നിട്ടും അതൊക്കെ എല്ലാ നിലക്കുള്ള ഒരു റാക്കിമാരുടെ സംഘങ്ങൾ ഉണ്ടാക്കി അതിനു വേണ്ടി ഒരു ഗ്രൂപ്പായി എന്നിട്ട് ഞങ്ങളെല്ലാം ഡിസ്കഷൻ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഇവരെ മുമ്പിൽ വെച്ച് ചെയ്തിട്ട് അതിനൊന്നും എതിർക്കാതെ ഇപ്പോൾ എല്ലാം മന്ത്രവാദമാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ സമൂഹത്തിന് മുമ്പിൽ ഇത് കൃത്യമായി പറയണം, വ്യക്തമായി പറയണം. അല്ലെങ്കിൽ സമസ്തക്കാരുടെ മുമ്പിൽ പോലും പിടിച്ചിക്കാർക്ക് പറ്റൂല. അതിൽ തെളിവുകൾ അവർ തരില്ലെങ്കിൽ മാപ്പ് പറയാൻ തിരുത്തുക. അതാണ് അതിൽ ഏറ്റവും കൃത്യമായ വഴി. ഇൻഷാ അല്ലാഹ്. ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊക്കെ പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജാറുണ്ടായിരുന്നു. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം. അത് ചെയ്യാനും പാടില്ല. ഇത്ര വിശദീകരിച്ച് സക്കരിയായോ ഹുസൈൻ അതുപോലെ തന്നെ ജബ്ബാർ മൗലവി ഇസ്ലാമാക്കിയ പോലും പറഞ്ഞിട്ടില്ല. അത്ര വിശദീകരിച്ചുകൊണ്ടാണ് അത്രയും ആൾക്കാർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വൈഫാണ് ചിന്തിക്കണ്ട പറയണ്ടെന്ന് പറഞ്ഞിട്ട് അത് തട്ടുവിടാതെ വിശദീകരിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ തൗഹീദ് അറിയുന്ന അത് വിശദീകരിക്കുന്ന ഒരാള് കൃത്യമായി ഇത്തരത്തിലുള്ള ശിർക്കിന്റെ വികല വാദങ്ങളെ മുനയൊടിക്കുമ്പോൾ അതിലേക്ക് ഇവർ തെളിവാക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരാമർശിക്കേണ്ടി വരും. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ് അങ്ങനെ നെയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നെയ്യത്ത് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. ഖുർആനിലെ അവസാനത്തെ വചനമാണ് ഈ വചനമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. സത്യസന്ധമായി അപ്പുറപ്പുറം കെട്ടിയാതെ മുജാഹിദുകൾ ചെയ്യുന്ന പോലെ ഒരു മിനിറ്റ് അപ്പുറം ഒരു മിനിറ്റ് പുറവിടെ അപ്പൊ അറിയാം എന്താണ് ഇതിന്റെ നിജസ്ഥിതി. നിങ്ങൾ പറയുന്നതിന് നേരെ വിപരീതം. അതാണ് വിഷയം. നിങ്ങൾ കേൾക്കി, നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി, ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി. അതല്ലാതെ ഈ ജാതി ഹക്കിനെ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 42 പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യരുത്.
പുള്ളി വിളിച്ചു പറഞ്ഞു വിട്ടു. ഏത് നമ്മളെ മുജാഹിദിന്റെ ഇവിടെ ഒരു എന്റെ ഫ്ളാറ്റിൽ ഒരു മുജാഹിദിന്റെ ഗ്ലാസ് എടുക്കുന്ന ഒരു കാഴ്ച എന്റെ റൂമിനോട് ചേർന്ന് എന്റെ വീടുമായിട്ട് എപ്പോഴും അങ്ങോട്ട് പുള്ളി നിങ്ങൾ അങ്ങോട്ട് വിട്ടതാണ്. അവിടെ ഒരാൾ അവിടെ വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ കുറച്ച് ശ്രമിച്ചിട്ട് പറഞ്ഞ് ഇന്ന പോലെ പോയാൽ നമുക്ക് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഷെയറാണോ, കണ്ണാണോ, ക്രാക്കാണോ, അസുഖമാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് ശ്രമിച്ചിട്ട് പറഞ്ഞ് ഇന്ന പോലെ പോയാൽ നമുക്ക് ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഷെയറാണോ, കണ്ണാണോ, ക്രാക്കാണോ, അസുഖമാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് രണ്ടുപേരുണ്ട്. അതിൽ ഒരാള് ഡോക്ടറാണ്, പുള്ളി ഡോക്ടറാണ്. പുള്ളി പക്ഷേ ട്രീറ്റ്മെന്റിന് ചെല്ലുന്ന ആളിനെ അസുഖക്കാരനല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റിലോട്ട് മാറ്റും. ഈ രണ്ടും മലയാളികൾ തന്നെയാണ്. ശരി. അത് അല്ല, ഒന്ന് ഈ ഡോക്ടർ പഠിപ്പിച്ചാളെ മറ്റേ അടുത്ത ഞാൻ പോയത് എന്നെ വിട്ടത്. മറ്റേയാളുടെ അന്നേരം ഡോക്ടർ നാട്ടിൽ പോവാ. അതുകൊണ്ടാണ് എന്നെ അവിടെ വിൽക്കുന്ന കേസുകളുണ്ട്. അയാൾ എന്നെ ടിവിയിൽ അയാൾ ചെയ്തേക്കുന്ന പരിപാടികളെ പറ്റി എന്നെ കാണിച്ചു തന്നു. ടിവിയിൽ വീഡിയോ ഇട്ടിട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതിനെ വിളിച്ചോണ്ട് വന്ന് അവര് 4-5 പേര് വന്നു. വന്നിട്ട് ഓതിയിട്ട് അയാൾ അടിക്കുകയും ചെയ്തു. കാലിന്റെ വെള്ളയ്ക്ക് അടിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഓതിയിട്ട് അയാൾ അടിക്കുകയും ചെയ്തു. കാലിന്റെ വെള്ളയ്ക്ക് അടിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നമ്മുടെ നാട്ടിലേക്കാളും കഷ്ടമാണല്ലോ. കുത്തിപ്പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിക്കാന്ന് എനിക്കറിയുന്നില്ല. എന്നെ എർത്തടിച്ചു. എർത്തടിക്കുന്ന കുത്തുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ അയാള് റൂമിൽ ഇതൊക്കെ വെച്ചിരിക്കുക. അല്ല, എന്റെ റൂമിൽ വന്നു. എന്റെ വീട്ടിൽ റൂമിൽ എർത്തിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. എർത്തെന്ന് പറയുന്നൊരു വയറ് പ്ലഗ് പിന്ന് കുത്തിയ വയർ അറിയുന്നില്ല. അടിച്ച ഇവിടെ അൽമക്തവ ജോലി അടിക്കൂടെ എന്റെ കൂട്ട ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവർ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. വെച്ചു കാറിന്റെ വെള്ളയ്ക്ക് ഇവര് ഈ കൂടെ എന്റെ കൂട്ടുകാർ 2-3 പേര് ഇവിടെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. കൂടെ എന്റെ കൂട്ടുകാർ 2-3 പേര് ഇവിടെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ അൽമക്തവ ജോലിയുള്ള മൊയ്തീന് ഇവര് ഈ അൻവറൊക്കെ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. വെച്ചു കാറിന്റെ വെള്ളയ്ക്ക് ഇങ്ങനെ അടിക്കുന്നു. അത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് അതൊന്നും ഓർമ്മയില്ല. അത് അപ്പൊ മലയാളികളുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ഈ ഇവിടെ മുജാഹിദിന്റെ ആളുകൾ കൂടെ ഉണ്ടോ? ഉണ്ട്. അവരും കൂടെ ഉണ്ടായിട്ടാ ചെയ്യുന്നത്. എന്താ ഇവിടെ അൻവർ എന്ന് പറയുന്ന ആളാണ്. അവരും കൂടെ ഉണ്ട്. ഇവരെ കൊണ്ടുവരാൻ പറയുന്ന ഖുർആൻ. പക്ഷെ അതല്ല എനിക്ക് അത്ഭുതം. ഇത് നടത്തുന്നത് മുജാഹിദാരാണ് നിങ്ങൾ പറയുന്നത്. ഇതിൽ 2 വിഭാഗമുണ്ട്. നടത്തുകയല്ല, ഷോക്കടിക്കുന്നത് ഭയങ്കര പേടിയാണ്. നമ്മൾ അങ്ങനെയുള്ളവർക്ക് അടിക്കുന്നുള്ളവര് എല്ലാവരും അഭിനയമൊന്നല്ലോ എന്നറിയുന്നതിന് വേണ്ടി ജിദ്ദയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ജിദ്ദയിൽ പോയിട്ട് അയാള് ഷെയറാണെന്ന് പറഞ്ഞു. പിന്നെ ഓതി കിടത്തിക്കൊണ്ട് ഓതി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇളകി എന്തെങ്കിലും പെണ്ണുപിള്ള എന്റെ കൂടെ വന്ന് എന്റെ കൂട്ടുകാരൻ മറ്റേ ജോലിയുണ്ട്. അയാളുടെ അനിയനെ